എല്ലാവർക്കും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മോഡ്യൂൾ 4ലേക്ക് സ്വാഗതം. മോഡ്യൂൾ 4 ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലെ വളരെ പ്രധാനപ്പെട്ട മോഡ്യൂളുകളിൽ ഒന്ന് തന്നെയാണ്. കമ്പാരിറ്റീവ്ലി മോഡ്യൂൾ 1നോട് ചില കണ്ടിന്യൂഷൻ ഉള്ള ഒരു മോഡ്യൂളാണ് മോഡ്യൂൾ 4. മോഡ്യൂൾ 4 കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഉള്ള ടോപ്പിക്സ് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാം വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ മോഡ്യൂൾ 4ലേക്ക് കടക്കാം. മോഡ്യൂൾ 4ൽ പ്രധാനമായും 3 മെയിൻ ടോപ്പിക്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്, സെക്കൻഡ് വൺ അക്സെപ്റ്റൻസ് സാമ്പിളിംഗ്, തേർഡ് ടോപ്പിക് ഡിപ്രിസിയേഷൻ. ഈ 3 ടോപ്പിക്കുകളും എല്ലാം റിലേറ്റഡ് ആണ്. എസ്റ്റിമേഷനും കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് അക്സെപ്റ്റൻസ് സാമ്പിളിംഗ്, അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഡിപ്രിസിയേഷൻ എന്ന ടോപ്പിക്. അപ്പോൾ ഇത് 3 ഡിഫറെന്റ് ടേംസ് ആണെങ്കിലും ഈ ടേംസ് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ മോഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എസ്റ്റിമേഷനും കോസ്റ്റിംഗിനെയും കുറിച്ചുള്ള ബേസിക് ഐഡിയാസ് ആണ് പഠിക്കാൻ പോകുന്നത്. എസ്റ്റിമേഷൻ. അപ്പോൾ എസ്റ്റിമേഷൻ എന്ന ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല കാര്യങ്ങളിലും നിങ്ങൾ എസ്റ്റിമേഷൻ എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടാവും. എങ്കിലും കോമൺ ആയിട്ട് നമ്മൾ എസ്റ്റിമേഷൻ എന്നുള്ള വേർഡ് കേൾക്കാറുള്ളത് ഒരു വീട് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുക എന്ന രീതിയിലായിരിക്കും നിങ്ങൾ ആ ടേം കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ഇൻഡസ്ട്രി എത്ര പൈസ ചെലവാകും എന്നുള്ള കാര്യത്തിനെ കണ്ടുപിടിക്കുന്നതിനെയാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് എത്ര ചിലവാകും എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ആ കമ്പനിക്ക് എത്ര ലാഭം കിട്ടും, അല്ലെങ്കിൽ ആ കമ്പനിക്ക് എത്ര പ്രൊഡക്റ്റിന് വില ഈടാക്കേണ്ടി വരും എന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു കമ്പനിക്ക് എത്രത്തോളം പൈസ കയ്യിൽ നിന്ന് ചെലവാകും എന്ന് കണ്ടുപിടിക്കുന്ന കാര്യത്തിനെയാണ് ജനറലി എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എസ്റ്റിമേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. To establish selling price of product, to know whether a product can be sold in market with profit, to suggest improvement or modification of design, to decide on make or buy, to determine most economical process, to control waste and take corrective action, budget preparation. അപ്പോൾ എസ്റ്റിമേഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് ആണ് ടു എസ്റ്റാബ്ലിഷ് സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ എസ്റ്റിമേറ്റ് എന്താണ്, അവിടെ എത്രത്തോളം ചെലവാകും എന്ന് മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് മുൻകൂട്ടി ചെലവാകുന്ന പൈസ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. നമ്മളൊരു സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയിലേക്ക് തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഈ സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനിക്ക് ഉള്ള എല്ലാ ചെലവുകളും ആദ്യമേ കണ്ടുപിടിച്ച് വെക്കും. അതിനെയാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. എക്യുപ്മെന്റ്സ് വാങ്ങേണ്ട പൈസ, അതുപോലെ തന്നെ മെഷീനറീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പൈസ, അവിടെ ലേബേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ട പൈസ, ആ സ്ഥലം പർച്ചേസ് ചെയ്യാനുള്ള പൈസ, ആ റൂമിന് കൊടുക്കേണ്ട റെന്റ്, ഇലക്ട്രിസിറ്റി ബില്ല് തുടങ്ങി കുറെ അധികം ചെലവുകൾ ഉണ്ടാവും. ആ ചെലവുകളെല്ലാം ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് ഒപ്പം തന്നെ ഓരോ സോപ്പും ഉണ്ടാക്കാനുള്ള ഒരു പൈസ ഉണ്ടാവും. നമ്മളൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ പറയുകയാണ്, 1 ലക്ഷം രൂപയാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള പൈസ. ഒപ്പം തന്നെ ഒരു സോപ്പ് ഉണ്ടാക്കാനുള്ള ചെലവ് 10 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഒരു സോപ്പിന് എത്ര രൂപയ്ക്ക് നമ്മൾ വിൽക്കണം എന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എസ്റ്റിമേഷനിലാണ്. അപ്പൊ 10 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന സോപ്പ് 1 ലക്ഷം രൂപയോളം ചെലവുണ്ടെങ്കിൽ ഒരു 20 രൂപയോ 25 രൂപയ്ക്കൊക്കെ വിറ്റാലേ കുറച്ച് സോപ്പുകളെങ്കിലും വിറ്റുപോയാൽ ആ കമ്പനിക്ക് ലാഭം കിട്ടാൻ തുടങ്ങും. അപ്പോൾ എസ്റ്റിമേഷനിൽ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം സെല്ലിംഗ് പ്രൈസ് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ്, ടു നോ വെദർ എ പ്രൊഡക്റ്റ് ക്യാൻ ബി സോൾഡ് ഇൻ എ മാർക്കറ്റ് വിത്ത് പ്രോഫിറ്റ്. അപ്പോൾ എസ്റ്റിമേഷൻ ചെയ്താൽ മാത്രമേ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലാഭത്തോടെ വിറ്റ് പോകാൻ പറ്റുമോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ലാഭം കിട്ടുമോ എന്ന് അറിയണമെങ്കിൽ എസ്റ്റിമേഷൻ തയ്യാറാക്കണം. എസ്റ്റിമേഷൻ തയ്യാറാക്കിയാലേ മൊത്തം ചെലവ് ഇൻഡസ്ട്രിയുടെ കിട്ടുള്ളൂ. ആ ചെലവുകൾ വെച്ചിട്ട് വേണം കമ്പനി ലാഭത്തിലാവുമോ നഷ്ടത്തിലാവുമോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുക. തേർഡ് പോയിന്റ്, ടു സജസ്റ്റ് ഇംപ്രൂവ്മെന്റ് ഓർ മോഡിഫിക്കേഷൻ ഓഫ് ഡിസൈൻ. അപ്പോൾ എല്ലാ സമയത്തും ഒരു ഇൻഡസ്ട്രിക്ക് ലാഭം കിട്ടണം എന്നില്ല. ലാഭം കിട്ടാത്ത സമയത്ത് ആ കമ്പനിയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ
ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഡിസൈനിൽ ചേഞ്ചസ് വരുത്തേണ്ടി വരും. ആ ചേഞ്ചസും ഡിസൈഡ് ചെയ്യുന്ന കാര്യം എസ്റ്റിമേഷൻ സ്റ്റേജിലാണ് ചെയ്യാറുള്ളത്. ടു ഡിസൈഡ് ഓൺ മേക്ക് ഓർ ബൈ. ടു ഡിസൈഡ് ഓൺ മേക്ക് ഓർ ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്ട്സും ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. ഞാൻ മുമ്പ് പല ക്ലാസ്സുകളിലും പറഞ്ഞ പോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് വിചാരിക്കുക. ഓട്ടോമൊബൈൽ കാർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ കാറിന് വേണ്ട എല്ലാ പാർട്സും ആ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ എസ്റ്റിമേഷൻ തയ്യാറാക്കുന്ന സമയത്ത് അവിടെ ചില പ്രൊഡക്റ്റുകൾ ആ കമ്പനിക്ക് അകത്ത് തന്നെ ഉണ്ടാക്കേണ്ടി വരും, ചില പ്രൊഡക്ട്സുകൾ ആ ഇൻഡസ്ട്രിക്ക് പുറത്ത് ഉണ്ടാക്കേണ്ടി വരും. ഇപ്പൊ ടയറാണെന്ന് വിചാരിക്കുക. ടയർ ഒരിക്കലും ആ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന അതേ ഓട്ടോമൊബൈൽ പ്ലാന്റിൽ തന്നെ ഉണ്ടാക്കില്ല. ആ ടയർ ഉണ്ടാക്കുന്നത് വേറെ MRFO സിയറ്റോ പോലെയുള്ള വേറെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് ഈ പാരന്റ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ കമ്പനി പർച്ചേസ് ചെയ്യാണ്, ബൈ ചെയ്യാണ്. അപ്പോൾ ഈ ഡിസിഷൻ ടു ഡിസൈഡ് ഓൺ മേക്ക് ഓർ ബൈ, ഉണ്ടാക്കണോ വാങ്ങണോ എന്നുള്ള ഡിസിഷൻ ചെയ്യുന്നത് എസ്റ്റിമേഷൻ തയ്യാറാക്കുന്ന സമയത്താണ്. ഫിഫ്ത്ത് പോയിന്റ് ഈസ് ടു ഡിറ്റർമിൻ മോസ്റ്റ് എക്കണോമിക്കൽ പ്രോസസ്. അപ്പോൾ പ്രോസസ്സിന്റെ ഹോൾ ആയിട്ടുള്ള ഒരു ഐഡിയ എസ്റ്റിമേഷൻ സമയത്ത് കിട്ടും. അതുവഴി ഏറ്റവും എക്കണോമിക്കലായ പ്രോസസ്സ് ഏതാണോ അത് ഡിസൈഡ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, ടു കൺട്രോൾ വേസ്റ്റ് ആൻഡ് ടേക്ക് കറക്റ്റീവ് ആക്ഷൻ. ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന വേസ്റ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് എതിരെയുള്ള കറക്റ്റീവായ ആക്ഷൻസും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് എസ്റ്റിമേഷൻ തയ്യാറാക്കിയാൽ മാത്രമാണ്. ബഡ്ജറ്റ് പ്രിപ്പറേഷൻ. ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ടോട്ടലായി വരുന്ന ടേൺ ഓവേഴ്സ് ആണ്. ആ ടേൺ ഓവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനും അതുവഴി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എമൗണ്ടുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള പ്രോസസ്സിനെയാണ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുക. ബഡ്ജറ്റ് പ്രിപ്പറേഷൻ നടക്കുന്നത് എസ്റ്റിമേഷന്റെ ഭാഗമായിട്ടാണ്. ഒരു ഇൻഡസ്ട്രിയിൽ എസ്റ്റിമേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എസ്റ്റിമേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വേണം. അപ്പൊ എസ്റ്റിമേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻ ഈസ് ടു ഫൈൻഡ് ഔട്ട് മെറ്റീരിയൽ കോസ്റ്റ് ടേക്കിംഗ് ഡിഫറെന്റ് അലവൻസസ് ഇൻ ടു കൺസിഡറേഷൻ. ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് ആവശ്യമായ റോ മെറ്റീരിയൽസ്, അതിനൊരു ഫിക്സഡ് ആയ കോസ്റ്റ് ആവശ്യമുണ്ട്. അതിനാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മെറ്റീരിയൽ കോസ്റ്റ് കണ്ടുപിടിക്കലാണ് എസ്റ്റിമേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫസ്റ്റ് ഫങ്ഷൻ. Second one, to determine labor cost. It can be calculated if the time required for each operation is known with the help of wage rate. ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന് കൊടുക്കുന്ന പൈസ, അതിനാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഒരു ലേബർ എത്ര സമയം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ടൈം അറിയുകയാണെങ്കിൽ അവരുടെ വേജ് റേറ്റ് വെച്ചിട്ട് ടോട്ടൽ ആയിട്ടുള്ള ലേബർ കോസ്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ, ടു കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ടൂൾ, എക്യുപ്മെന്റ് എക്സെട്ര ടു ബി പർച്ചേസ്ഡ്. ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമായ, ഒരു പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ടൂൾസും എക്യുപ്മെന്റ്സ് എല്ലാം വാങ്ങുന്ന പൈസ കണ്ടുപിടിക്കലും എസ്റ്റിമേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫിക്സിംഗ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ പ്രപ്പോസ്ഡ് ഫോർ പ്രൊഡക്ഷൻ. ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിന്റെ മാർക്കറ്റ് പ്രൈസ് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നതും എസ്റ്റിമേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആണ്. ടു ഡിറ്റർമിൻ ഡിഫറെന്റ് ഓവർ ഹെഡ് ചാർജസ്. ഓവർ ഹെഡ് ചാർജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന അതർ എക്സ്പെൻസസ്, മറ്റു ചിലവുകൾ. ആ ചിലവുകൾ എന്തെല്ലാമാണ് എന്ന് കണ്ടുപിടിക്കുന്നത് എസ്റ്റിമേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആണ്. ടു ഡിറ്റർമിൻ ടൈം റിക്വയർഡ് ഫോർ ഈച്ച് മാനുഫാക്ചറിംഗ് ഓപ്പറേഷൻ ബൈ കണ്ടക്ടിംഗ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. ഓരോ മാനുഫാക്ചറിംഗ് ഓപ്പറേഷൻ ആവശ്യമായ ടൈം കണ്ടുപിടിക്കൽ, ആ ടൈം കണ്ടുപിടിക്കുന്നതും എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിംഗ് ആൻഡ് മോഡിഫൈയിങ് ഡിസൈൻസ്. ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ അത് ഇംപ്രൂവ് ചെയ്യലും മോഡിഫൈ ചെയ്യലും എസ്റ്റിമേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു ഫംഗ്ഷനാണ്. ടു ഡിറ്റർമിൻ മോസ്റ്റ് എക്കണോമിക്കൽ പ്രൊസീജിയർ ഫോർ മാനുഫാക്ചറിംഗ് ദ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള, ഏറ്റവും ലാഭകരമായിട്ടുള്ള രീതി ഏതാണ് എന്ന് ഡിസൈഡ് ചെയ്യലും അല്ലെങ്കിൽ കണ്ടുപിടിക്കല് എസ്റ്റിമേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു ഫംഗ്ഷനാണ്. ടു സെറ്റപ്പ് എ സ്റ്റാൻഡേർഡ് എസ്റ്റിമേഷൻ, എനി സബ്സിക്വന്റ് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി കമ്പയർഡ് ആൻഡ് വേസ്റ്റേജസ് മേ ബി കാൽക്കുലേറ്റഡ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ, ഓൾറെഡി ഉള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു ബേസ് പ്ലാൻ പോലെ ഒരു എസ്റ്റിമേഷൻ ഉണ്ടാക്കും. അതിനെയാണ് സ്റ്റാൻഡേർഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അത് തയ്യാറാക്കുക. അതിനൊപ്പം തന്നെ ഫർദർ ആയിട്ടുള്ള ചെലവുകളും ഫർദർ ആയിട്ടുള്ള വേസ്റ്റേജസ് എല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫൈനലായ കാൽക്കുലേഷൻ നടത്തുക എന്നുള്ളതും എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനാണ്.
It helps to decide a particular part either to manufacture or buy from outside. മുമ്പ് പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ടു ഡിസൈഡ് ഓൺ മേക്ക് ഓർ ബൈ. ചില പ്രൊഡക്ട്സ് ആ കമ്പനീന്റെ അകത്ത് തന്നെ ഉണ്ടാക്കേണ്ടി വരും, ചിലത് ആ ഇൻഡസ്ട്രിക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ മേക്ക് ഓർ ബൈ എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടതും എസ്റ്റിമേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനാണ്. എസ്റ്റിമേഷൻ പ്രൊസീജിയർ. എസ്റ്റിമേഷന് ഒരു സെറ്റ് ഓഫ് സ്റ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എസ്റ്റിമേഷൻ ചെയ്യുന്നതിന് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു രീതി ഉണ്ട്. അപ്പൊ അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്പെസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ്. എസ്റ്റിമേഷൻ പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റേജ് പ്രൊഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻസ് തയ്യാറാക്കുക. എന്ത് പ്രൊഡക്റ്റ് ആണ് വേണ്ടത്, അതിന് എന്ത് ഡയമെൻഷൻ ആണ് വേണ്ടത്, എന്ത് ടോളറൻസ് ആണ് വേണ്ടത്, എന്ത് സർഫസ് ഫിനിഷ് ആണ് വേണ്ടത്, എന്ത് മെറ്റീരിയലാണ് അത് ഉണ്ടാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുകയാണ് സ്പെസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റിൽ ഉള്ള സ്റ്റേജ്. സെക്കൻഡ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ഡ്രോയിങ്സ്. അപ്പോൾ ആ ഡിസൈഡ് ചെയ്ത സ്പെസിഫിക്കേഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ഡ്രോയിങ്സ് തയ്യാറാക്കും. മെഷീൻ ഡ്രോയിങ് അല്ലെങ്കിൽ ഓട്ടോകാഡ് പോലുള്ള എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് ആ റിക്വയർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ ഒരു ഡ്രോയിങ് തയ്യാറാക്കും. ഇപ്പൊ നമ്മൾ ലെയ്ത്തിൽ വർക്ക് ചെയ്തെടുക്കുന്ന ഒരു മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക, ഒരു വർക്ക് പീസ് ആണെന്ന് വിചാരിക്കുക. ആ വർക്ക് പീസിന്റെ ഡയമെൻഷനും കാര്യങ്ങളെല്ലാം നമ്മൾ സ്പെസിഫിക്കേഷനിൽ ഉണ്ടാക്കുന്നു. അതിന്റെ ആ ഡയമെൻഷൻസും മെറ്റീരിയൽസിന്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫീച്ചേഴ്സും വെച്ചിട്ടുള്ള ഡ്രോയിങ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടാക്കും. തേർഡ് വൺ, പാർട്സ് ലിസ്റ്റ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൽ ഒന്നിലധികം പാർട്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ പാർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ വേണം. അതിനാണ് പാർട്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതും നമ്മൾ എസ്റ്റിമേഷൻ പ്രൊസീജിയറിൽ തയ്യാറാക്കുന്ന ഒരു കാര്യമാണ്. ഫോർത്ത് വൺ, മാനുഫാക്ചർ ഓർ ബൈ. മുമ്പ് ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. എല്ലാ പാർട്സും ഒരു ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ഉണ്ടാക്കണമെന്നില്ല. കുറെ അധികം പാർട്സ് ഉള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പോലെയുള്ള ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ കുറെ അധികം പാർട്സ് ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള എല്ലാ പാർട്സും അവിടെ ഉണ്ടാക്കണമെന്നില്ല, ചില പാർട്സ് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ അത് മാനുഫാക്ചർ ഓർ ബൈ എന്നുള്ള ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജും എസ്റ്റിമേഷൻ പ്രൊസീജിയറിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഫ്ത്ത് വൺ, മെറ്റീരിയൽ കോസ്റ്റ്. ഇതെല്ലാം വെച്ചുകൊണ്ട് പാർട്സ് ലിസ്റ്റും ഡ്രോയിങ്സും സ്പെസിഫിക്കേഷൻസും വെച്ചുകൊണ്ട് ഓരോ പ്രൊഡക്റ്റിനും ആവശ്യമായ മെറ്റീരിയൽ എത്രയാണ് എന്നുള്ള കാര്യം, മെറ്റീരിയലിന് ആവശ്യമായ കോസ്റ്റ് എത്ര എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യും. അതാണ് മെറ്റീരിയൽ കോസ്റ്റിൽ വരുന്നത്. സിക്സ്ത് വൺ, മെഷീനിങ് ഓർ പ്രോസസ്സിംഗ് ഡാറ്റ. മെഷീൻ ചെയ്താൻ എടുക്കുന്നത്, അതായത് എല്ലാ പ്രൊഡക്ട്സിലും മെഷീൻ ചെയ്യേണ്ടി വരില്ല. ചില പാർട്സ് മാത്രമേ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഉണ്ടാക്കുന്ന ചില പാർട്സ് മാത്രമേ മെഷീൻ ചെയ്യേണ്ടി വരുള്ളൂ. അപ്പൊ മെഷീൻ ചെയ്യുന്ന ഡാറ്റ, അതിന് എത്ര ടൈം ആവശ്യമുണ്ട്, മെഷീൻ ടൈം എത്രയാണ്, നമ്മൾ ഗാൺ ചാർട്ടിൽ മെഷീൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മോഡ്യൂളിൽ. അതുപോലെ തന്നെ മെഷീനിങ് അലവൻസസ് അതുപോലെ തന്നെയാണ്. ഗാൺ ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ മെഷീനിങ് ഡാറ്റയും മെഷീനിങ് അലവൻസസും കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. എയ്ത്ത് പോയിന്റ്, ലേബർ കോസ്റ്റ്. ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന് കൊടുക്കേണ്ടി വരുന്ന പൈസ, അതും നമ്മൾ എസ്റ്റിമേഷൻ പ്രൊസീജിയറിൽ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയ ലേബർ കോസ്റ്റിനെയും മെറ്റീരിയൽ കോസ്റ്റിനെയും എക്സ്പെൻസിനെയും പറയുന്ന പേരാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ എടുക്കുന്നതാണ്. 10th വൺ, ഓവർഹെഡ് ചാർജസ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. അതർ എക്സ്പെൻസസിനെയും കാൽക്കുലേറ്റ് ചെയ്യും, ഒപ്പം തന്നെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് എന്നുള്ള കാര്യവും കാൽക്കുലേറ്റ് ചെയ്യും. 11th വൺ, സെയിൽ പ്രൈസ്. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് കോസ്റ്റ് എന്നുള്ള കൺസെപ്റ്റിലെ ഇത്ര അധികം കാര്യങ്ങൾ, ലേബർ കോസ്റ്റ്, പ്രൈം കോസ്റ്റ്, ഓവർഹെഡ് ചാർജസ്, ടോട്ടൽ കോസ്റ്റ്, ഇവയെല്ലാം വെച്ചുകൊണ്ട് ആ പ്രൊഡക്റ്റ് എത്ര രൂപയ്ക്ക് വിൽക്കണം അല്ലെങ്കിൽ സെയിൽ ചെയ്യണം എന്നുള്ള ആ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും. അതിനെയാണ് സെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. 12th സ്റ്റേജ്, ഡിസ്കൗണ്ട് ആൻഡ് മാർക്കറ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് വെച്ചതിന് ശേഷം ഒരു പ്രൊഡക്റ്റ് വെക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എത്ര ഡിസ്കൗണ്ട് കൊടുക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ മാർക്കറ്റിന് എത്ര പ്രൈസിൽ അത് വിറ്റ് പോകണം എന്നുള്ളത്. എല്ലാപ്പോഴും MRPയിൽ തന്നെ വിറ്റ് പോകണം എന്നില്ല. MRPക്ക് താഴെ ഒരു ഡിസ്കൗണ്ട് വെച്ചാലാണ് ആളുകൾ കുറച്ചും കൂടി വാങ്ങാനുള്ള ഒരു താല്പര്യം കാണിക്കുക. അപ്പോൾ ഡിസ്കൗണ്ട് ഡിസൈഡ് ചെയ്യലും എസ്റ്റിമേഷന്റെ പ്രൊസീജിയറാണ്. 13th വൺ, ടു മാനേജ്മെന്റ് ഫോർ അപ്രൂവൽ. എസ്റ്റിമേഷനിൽ ഈ എല്ലാ പോയിന്റ്സും 1 to 12 എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് ആ ഡ്രാഫ്റ്റിനെ മാനേജ്മെന്റിന് അല്ലെങ്കിൽ എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹയർ അതോറിറ്റിക്ക് സമർപ്പിക്കും അപ്രൂവലിന് വേണ്ടിയിട്ട്. അതാണ് എസ്റ്റിമേഷൻ പ്രൊസീജിയറിന്റെ ഫൈനൽ സ്റ്റേജ്. ഒരു ഇൻഡസ്ട്രിയിൽ എസ്റ്റിമേഷൻ എന്നുള്ള ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത ചെയ്യുന്ന സ്റ്റേജിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. Costing is a system of accounts which accurately records every expenditure in order to determine the cost of a manufacturing item.
ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എല്ലാ ചെലവുകളെയും എല്ലാ എക്സ്പെൻഡിച്ചറുകളെയും റെക്കോർഡ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരു ഐറ്റത്തിന് എത്ര കോസ്റ്റ് ചെലവായി, അത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി എത്ര പൈസ ചെലവായി എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് പ്രീ പ്ലാനിങ് ആണ്. പ്ലാനിങ് പ്രീ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ ആണ്. മാനുഫാക്ചറിങ് നടക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നതാണ്. പക്ഷെ കോസ്റ്റിംഗ് എന്നുള്ളത് ഓപ്പറേഷൻ നടന്നതിന് ശേഷം എല്ലാ ചെലവുകളും അനലൈസ് ചെയ്തിട്ട് എക്സാക്ട്ലി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര പൈസ ചെലവായി എന്ന് കണ്ടുപിടിക്കലാണ്. Second point, cost is defined as the amount of actual or notional expenditure incurred on or attributable to a given article. കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്ക് ആക്ച്വൽ ആയി ചെലവായത് അല്ലെങ്കിൽ ഏകദേശം ചെലവായത്, ആക്ച്വൽ ഓർ നോഷണൽ എന്ന് വെച്ചാൽ ഏകദേശം ചെലവായ എക്സ്പെൻഡിച്ചർ എത്രയാണ് എന്ന് കണ്ടുപിടിക്കലാണ്. ആ എത്രയാണോ അതിന് ചെലവായ പൈസ എന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക് അതിന്റെ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. കോസ്റ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി ചിലവിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റിംഗ് ഓർ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഈസ് എ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഓർ പ്രൊഡക്റ്റ് ഇൻ ഓർഡർ ടു ഫിക്സ് ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ആക്ച്വൽ ആയിട്ടുള്ള ആ പ്രൊഡക്റ്റിന്റെ വില നിശ്ചയിക്കലാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ആൻ ആർട്ടിക്കിൾ. അതിന് ചിലവായ പൈസ എത്രയാണെന്ന് വെച്ചിട്ട് അതിന്റെ വില നിശ്ചയിക്കൽ. 100 രൂപ ചിലവായിട്ടുണ്ടെങ്കിൽ അതിന്റെ സെല്ലിംഗ് പ്രൈസ് 100 കൂടുതൽ ആക്കിയാൽ മാത്രമേ ലാഭം കിട്ടുകയുള്ളൂ. അപ്പോൾ കോസ്റ്റിംഗ് ഓർ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ വില നിശ്ചയിക്കുന്ന കാര്യത്തിനെയാണ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. കോസ്റ്റിംഗ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സിൽ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി നമ്മൾ എസ്റ്റിമേഷന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പോയിന്റ്സ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് നടക്കുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു കാര്യമാണ്. കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് നടത്തിയതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഈ പോയിന്റ്സ് തന്നെ ഇതെല്ലാം രണ്ട് തവണ വരുന്നതിന്റെ റീസൺ, ഒരു കാര്യം നമ്മൾ മാനുഫാക്ചറിങ് മുമ്പ് ചെയ്യുന്നു, അതേ കാര്യം തന്നെ നമ്മൾ മാനുഫാക്ചറിങ് നടന്നതിന് ശേഷവും ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. ടു ഡിറ്റർമിൻ ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആക്ച്വൽ ആയ പ്രൊഡക്ഷൻ നടന്നതിന് ശേഷം ആക്ച്വൽ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കില്ല. സെക്കൻഡ് പോയിന്റ്, ടു ഡിറ്റർമിൻ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്. എസ്റ്റിമേഷനിൽ നമ്മളൊരു സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പക്ഷെ ആക്ച്വൽ ആയ കോസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ, ആക്ച്വൽ ആയ ചെലവ് കണ്ടുപിടിച്ചാൽ മാത്രമേ അതിന്റെ വില കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. തേർഡ് വൺ, ടു ഡിറ്റക്ട് വേസ്റ്റേജ് ആൻഡ് അൺഡിസൈറബിൾ എക്സ്പെൻഡിച്ചർ. ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന വേസ്റ്റേജസും അൺഡിസൈറബിൾ ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് അവയെല്ലാം കോസ്റ്റിംഗിലാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. കാരണം മാനുഫാക്ചറിങ് കഴിഞ്ഞാൽ മാത്രമേ വേസ്റ്റേജ് ഉണ്ടായിട്ടുണ്ടോ, അധികമായിട്ടുള്ള ചെലവുകൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ടു മേക്ക് ഓർ ബൈ ഡിസിഷൻസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. ഒരു ഇൻഡസ്ട്രിയിൽ വേണ്ട പ്രൊഡക്ട്സ് കുറച്ച് അവിടെ തന്നെ ഉണ്ടാക്കേണ്ടി വരും, കുറച്ച് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. അപ്പൊ അത് മേക്ക് ഓർ ബൈ എന്നുള്ള ഡിസിഷൻ ചില സമയത്ത് കോസ്റ്റിംഗിന്റെ സമയത്ത് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രൊഡക്റ്റ്. പുതുതായ പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടോ? അപ്പം തന്നെ ടു സെൽ പ്രൊഡക്ട്സ് ഇൻ ന്യൂ ഏരിയാസ് ഓർ ടു ഡ്രോപ്പ് പ്രൊഡ്യൂസിങ് പ്രസന്റ് പ്രൊഡക്ട്സ്. പുതിയ പ്രൊഡക്ട്സ് ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഉള്ള പ്രൊഡക്ട്സ് തന്നെ ഡ്രോപ്പ് ചെയ്യണോ, അതിന്റെ എണ്ണം കുറയ്ക്കണോ അല്ലെങ്കിൽ എണ്ണം കൂട്ടണോ എന്നുള്ള കാര്യങ്ങളെല്ലാം അത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുക. ചില പ്രൊഡക്ട്സിന്റെ എണ്ണം കൂട്ടേണ്ടി വരും, ചില പ്രൊഡക്ട്സിന്റെ എണ്ണം കുറയ്ക്കേണ്ടി വരും, ഒപ്പം തന്നെ പുതിയ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഈ കാര്യങ്ങളെല്ലാം കോസ്റ്റിംഗ് നടത്തുന്ന സമയത്താണ് കണ്ടെത്താറുള്ളത്. ടു ഡിസൈഡ് അബൌട്ട് ദ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ദാറ്റ് ക്യാൻ ബി ഗീവൺ. ഒരു ഇൻഡസ്ട്രി എത്ര ഡിസ്കൗണ്ട് കൊടുക്കണം, ഒരു പ്രൊഡക്റ്റിന് എത്ര ഡിസ്കൗണ്ട് കൊടുക്കണം. കാരണം ഡിസ്കൗണ്ട് കൊടുത്താൽ മാത്രമേ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു ഡിസ്കൗണ്ട് എന്നുള്ള വീട് കേൾക്കുമ്പോഴാണ് പലരും പ്രൊഡക്റ്റ് വാങ്ങാൻ തന്നെ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് എത്ര ഡിസ്കൗണ്ട് കൊടുക്കണം എന്നുള്ള കാര്യവും കോസ്റ്റിംഗിലാണ് എക്സാക്ട്ലി ഡിസൈഡ് ചെയ്യാറുള്ളത്. ടു കാൽക്കുലേറ്റ് ദ പ്രോഫിറ്റ്. എസ്റ്റിമേഷന്റെ സമയത്ത് നമ്മളൊരു പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും, കോസ്റ്റിംഗിന്റെ സമയത്തും ഒരു പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആവശ്യമാണ്. ജനറലി കോസ്റ്റിംഗിന്റെ സമയത്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും എക്സാക്റ്റുള്ള വാല്യൂ. ടു മീറ്റ് certain legal and government regulation, taxations, etc. മാനുഫാക്ചറിങ് നടന്നതിന് ശേഷം ഗവൺമെന്റ് റെഗുലേഷൻസും ടാക്സാഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം
കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ് ചെയ്യാറുള്ളത്. ടു ഫൈനലൈസ് കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് ആൻ ആർട്ടിക്കിൾ ഓർ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന് ചിലവാകേണ്ട പൈസകളെല്ലാം ഡിറ്റക്ട് ചെയ്യുന്നതിന് ഒരു സ്പെസിഫിക് ആയ ഒരു ലാഡർ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് കോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് ഫൈനലൈസ് ചെയ്യുന്നത് കോസ്റ്റിങ്ങിന്റെ പാർട്ടായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് കമ്പാരിസൺ ഓഫ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്. ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ച രണ്ട് ഏരിയാസ് എസ്റ്റിമേഷനും കോസ്റ്റിങ്ങും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇവിടെ ഈ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഒരു ഫോർകാസ്റ്റിംഗ് സ്റ്റേജ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് നടത്തുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യമാണ്. കോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് നടത്തിയതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടന്നതിന് ശേഷം നടക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ഓൾറെഡി മുൻപ് നടത്തി വെക്കുന്നതാണ് കോസ്റ്റിംഗ്, അതിന് ശേഷം നടത്തി വെക്കുന്ന കാര്യമാണ്. ഇവിടെ 5 പോയിന്റ്സ് കാണാൻ പറ്റും. അത് രണ്ടും എസ്റ്റിമേഷനുമായിട്ടും കോസ്റ്റിങ്ങുമായിട്ടും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, എസ്റ്റിമേറ്റിംഗ്. ഇറ്റ് ഈസ് എ കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ബിഫോർ മാനുഫാക്ചറിങ് സ്റ്റാർട്ട്സ്. കോസ്റ്റിംഗിലാവട്ടെ ഇറ്റ് ഈസ് എ ഡിറ്റർമിനേഷൻ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ബൈ ആഡിങ് അപ്പ് ഓൾ ദ എക്സ്പെൻസസ് ഇൻകേർഡ്. എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് കോസ്റ്റ് ആണ്, അത് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ മാത്രമാണ്. പക്ഷെ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വൽ കോസ്റ്റ് ആണ്. പ്രൊഡക്ഷൻ നടന്നതിന് ശേഷം ടോട്ടൽ ചെയ്തു വരുന്ന ടോട്ടൽ കോസ്റ്റ് തന്നെയാണ് ടോട്ടൽ കോസ്റ്റിംഗ് മെത്തേഡിൽ കണ്ടുപിടിക്കുക. പക്ഷെ എസ്റ്റിമേഷനിൽ പ്രയർ ആയിട്ട് ഫോർകാസ്റ്റിംഗ് വെച്ചിട്ട് ജസ്റ്റ് ഒരു വാല്യൂ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. എസ്റ്റിമേറ്റർ ഷുഡ് ബി ആൻ എഞ്ചിനീയർ ഹു പൊസസ് ഹൈ ടെക്നിക്കൽ നോളജ്. ദിസ് വർക്ക് ഈസ് ഓഫ് ടെക്നിക്കൽ നാച്ചർ. കോസ്റ്റിംഗിൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഈസ് യൂഷ്വലി ഡൺ ബൈ എ പേഴ്സൺ ക്വാളിഫൈഡ് ഫോർ അക്കൗണ്ട്സ്. ദ വർക്ക് ഈസ് ഓഫ് ക്ലറിക്കൽ നാച്ചർ. എസ്റ്റിമേഷൻ നടത്തുന്നത് ഒരു എസ്റ്റിമേഷൻ എഞ്ചിനീയർ ആണ്. കാരണം അവിടെ ഫോർകാസ്റ്റിംഗ് വേണം. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ നോളജ് ഉള്ള ഒരാൾക്ക് എസ്റ്റിമേഷൻ നടത്താൻ പറ്റുകയുള്ളൂ. പക്ഷെ കോസ്റ്റിംഗ് ആവട്ടെ ഒരു ക്ലർക്കിന് അല്ലെങ്കിൽ ഒരു ക്ലർക്കിന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം കോസ്റ്റിംഗ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലായ കാൽക്കുലേഷൻസ് ആണ്. ഓൾറെഡി പ്രോസസ്സ് നടന്നതിന് ശേഷമുള്ള ടോട്ടൽ കോസ്റ്റ് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടാവും. അത് വെച്ചിട്ട് കോസ്റ്റിംഗ് നടത്തിയാൽ മതി. പക്ഷെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രിഡിക്ഷനും കാര്യങ്ങളെല്ലാം വേണ്ടിവരും. അതുകൊണ്ട് അതൊരു എഞ്ചിനീയർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. കോസ്റ്റിംഗ് ആവട്ടെ സാധാരണ ഒരു ക്ലർക്കിന് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. തേർഡ് പോയിന്റ്, ഇറ്റ് ഫോർകാസ്റ്റ് പ്രോബബിൾ കോസ്റ്റ് ആൻഡ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ വെദർ ദ മാനുഫാക്ചറിംഗ് ഈസ് പ്രോഫിറ്റബിൾ ഓർ നോട്ട് ഇൻ അഡ്വാൻസ്. ഇറ്റ് ഹെൽപ്സ് മാനുഫാക്ചറർ ടു നോ വെദർ ദ ഓർഗനൈസേഷൻ ഈസ് റണ്ണിങ് ഇൻ പ്രോഫിറ്റ് ഓർ ലോസ്. എസ്റ്റിമേഷൻ ഒരു പ്രോബബിൾ കോസ്റ്റിനെ കണ്ടുപിടിക്കലാണ്. അതുകൊണ്ട് തന്നെ ലാഭം ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമ്മൾ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് വർക്ക് തുടങ്ങുന്നത്. പക്ഷെ എക്സാക്ട്ലി ലാഭം ഉണ്ടായോ നഷ്ടം ഉണ്ടായോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ പറ്റുന്നത് കോസ്റ്റിംഗ് നടത്തിയാലാണ്. അപ്പൊ കോസ്റ്റിംഗ് ഒരു ഓർഗനൈസേഷൻ നടക്കുമ്പോൾ മാത്രമേ ആ കമ്പനി അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. എസ്റ്റിമേഷൻ നടത്തിയത് കൊണ്ട് മാത്രം കമ്പനി ലാഭത്തിലാവും എന്ന് പറയാൻ പറ്റുകയില്ല. ഫോർത്ത് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു ഫിക്സ് അപ്പ് ദ മാർക്കറ്റ് പ്രൈസ് ഫോർ പ്രൊപ്പോസ്ഡ് പ്രൊഡക്ഷൻ. കോസ്റ്റിംഗിൽ ഇറ്റ് ഹെൽപ്സ് ഫോർ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ. മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് എസ്റ്റിമേഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കോസ്റ്റിംഗിൽ ആക്ച്വലി ബഡ്ജറ്റ് പ്രിപ്പറേഷൻ നടക്കുന്നത് കോസ്റ്റിംഗ് കഴിയുമ്പോഴാണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇൻപുട്ട് എമൗണ്ടും വേണം, ഔട്ട്പുട്ട് എമൗണ്ടും വേണം. ഒരു കമ്പനിക്ക് ടോട്ടലായി തുടങ്ങിയാൽ ആവശ്യമായ പൈസ ഒപ്പം തന്നെ ആ കമ്പനി ചെലവിട്ട ടോട്ടൽ എമൗണ്ട് കിട്ടുന്നത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ്. അത് കോസ്റ്റിംഗ് എന്ന സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമേ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫിഫ്ത്ത് പോയിന്റ്, ടു അറൈവ് അറ്റ് എ സ്റ്റാൻഡേർഡ് probable expenditure for comparison with actual cost after making the product. It facilitates comparison with estimates to know whether the estimates are over, under or realistic. Also helps to identify the unnecessary wastage of men, materials, machines, money and to keep control over them. ഇപ്പോൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോബബിൾ ആയ എക്സ്പെൻഡിച്ചർ മാത്രമാണ്, എക്സാക്റ്റ് എമൗണ്ട് അല്ല. പ്രോബബിൾ ആയിട്ട് എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും, പ്രോബബിലിറ്റി മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എക്സാക്റ്റ് എമൗണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കോസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച എസ്റ്റിമേഷൻ ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതുമായിട്ടുള്ള ഒരു കമ്പാരിസണും അവിടെ പോസിബിൾ ആണ്. അതുകൂടാതെ
അൺനെസസറി ആയിട്ടുള്ള വേസ്റ്റേജസോ വേറെ എന്തെങ്കിലും ലോസസോ ആ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ടോ, ലേബറിലാവട്ടെ, മെഷീൻസിലാവട്ടെ, എക്യുപ്മെന്റ്സിലാവട്ടെ, എന്തെങ്കിലും അൺനെസസറി ലോസസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കോസ്റ്റിംഗ് ചെയ്യുമ്പോൾ മാത്രമേ അറിയുള്ളൂ. കാരണം കോസ്റ്റിംഗ് മാനുഫാക്ചറിങ്ങിന് ശേഷമാണ് ചെയ്യുക. അതുകൊണ്ട് എക്സാക്ട് ഡാറ്റ കോസ്റ്റിംഗ് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ എസ്റ്റിമേഷനും കോസ്റ്റിംഗും എന്താണെന്ന് പഠിപ്പിച്ചു. ഒപ്പം തന്നെ അതിൻ്റെ ഒരു കമ്പാരിസൺ പഠിപ്പിച്ചു, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്. ഈ കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് 1-2 തവണ റിപ്പീറ്റഡ് ആയി ചോദിച്ച ഒരു സെക്ഷനാണ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗിന്റെ കമ്പാരിസൺ. ഇന്നത്തെ ക്ലാസ് ശ്രദ്ധയോടെ കേൾക്കുക. ഈ കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടില്ല. കോസ്റ്റിംഗിൽ 1-2 ടോപ്പിക്സും കൂടി ഉണ്ട്. കോസ്റ്റ് കാൽക്കുലേഷൻ വരുന്നുണ്ട്, കോസ്റ്റ് ലാഡർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവയെല്ലാം മൊഡ്യൂൾ 4ന്റെ പാർട്ട് 2ലും 3ലുമായിട്ട് ഡിസ്കസ് ചെയ്യും. താങ്ക് യു.